ഇന്ത്യൻ വില്ലേജുകൾ, ഇന്ത്യൻ ഗ്രാമങ്ങൾ ഉണർന്നു എന്ന് പറയുന്നത് ഇന്ത്യ ഉണർന്നു. അതാണ് അതിൻ്റെ ശരിക്കും ഉത്തരം. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ബീഹാറിൽ എന്ത് പൊളിറ്റിക്കൽ ചലനങ്ങൾ ഉണ്ടാക്കുന്നു, അതായത് മൂവ്മെൻറ്റുകൾ ഉണ്ടാക്കുന്നു, അത് വരാനുള്ള ദിവസങ്ങൾ ഇന്ത്യയുടെ മൂവ്മെൻറ്റുകളായിട്ട് മാറും. അതാണ് ബീഹാർ പൊളിറ്റിക്സിൻ്റെ ചരിത്രം. നിങ്ങൾ എടുത്തു നോക്കുക, ഇന്ദിരാഗാന്ധിയെ നശിപ്പിച്ചതും ബീഹാർ പൊളിറ്റിക്സിൻ്റെ ചരിത്രമാണ്. രാജ്നാരായണൻ, അതിനുശേഷം കോൺഗ്രസ് എന്ന പാർട്ടിയെ, അതായത് രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ള പൊളിറ്റിക്കൽ പാർട്ടിയെ, അതിനെ നശിപ്പിച്ച കോൺഗ്രസ് ഒന്നും അല്ലാതായി മാറി. അതിനും ചരിത്രം കുറിച്ചത്, തുടക്കം കുറിച്ചത് ബീഹാറിൽ നിന്നാണ്. അവിടെ ത്രിവർണ്ണ പതാക ഈ പറയുന്ന കാവിക്കുടിയെ മാറ്റിക്കെട്ടി. അതാണ് ചരിത്രം വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. അത് ഇന്ത്യ മുഴുവനും റിപ്പീറ്റ് ചെയ്യും. അതാണ് ഈ ഗോദി മീഡിയ, BJP മോദിയെ അനുകൂലിക്കുന്ന മീഡിയ പോലും അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു. അതായത് നരേന്ദ്രമോദി എന്ന് പറയും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ 10 വർഷത്തെ ഇമേജ് അല്ല ഇപ്പോഴുള്ളത്. അത് ഷാർപ്പായിട്ട് കുറഞ്ഞു. അതാണ് പപ്പു എന്ന് വിളിച്ച രാഹുൽ ഗാന്ധി ഒരു സൂപ്പർ ഡൂപ്പർ സ്റ്റാർ ആയിട്ട് മുന്നോട്ട് വരികയാണ്. അതായത് നിങ്ങൾക്ക് ഇനിയും അയാളെ ഈ പറയുന്ന പോലെ തേച്ചൊട്ടിച്ച് നശിപ്പിക്കാൻ കഴിയില്ല. അതായത് ഫെനിക്സ് പക്ഷി തന്നെയാണ്. 10 വർഷം ഒന്നുമല്ലായിരുന്നു.